അപ്പൊ താങ്കളുടെ കാര്യം എങ്ങനെയാ? സാമ്പത്തിക ഭദ്രത അവിടെ പ്രമീള മാഡം പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തു. അതായത് ഈ പറയുന്ന മാതിരി തന്നെ ഈ ഒരു വിധവ അഹോരാത്രം പരിശ്രമിച്ചിട്ടായിരിക്കും ആ കുടുംബം കൊണ്ടുപോകുന്നത്. പക്ഷെ അവർക്ക് കൊടുക്കുന്നത് വേറൊരു ലേബിളായിരിക്കും സമൂഹം. അതായത് അവർ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാലും സമൂഹം കൊടുക്കുന്നത് വേറൊരു ലേബിളായിരിക്കും. അതെല്ലാം മാറ്റുന്നു. പിന്നെ ഇപ്പോൾ ശ്രീകുമാർ ചേച്ചി പറഞ്ഞ മാതിരി അവർ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് പറയാം. അതായത് പൊട്ട് പൂവ് എന്നതെല്ലാം നമ്മുടെ അമ്മമാർ നമുക്ക് വെച്ച് തരുന്നതാണ്. ഭർത്താവ് വരുമ്പോൾ നമ്മൾ കയറ്റുന്നതല്ല. അവർ തരുന്നത് ഒരു താലി മാത്രമാണ് നമുക്ക്. അത് കഴിഞ്ഞൊരു സംരക്ഷണം. പിന്നെ നമ്മളായിട്ട് ഒതുങ്ങിപ്പോകുന്നു. അതായത് ഒരാളോടുള്ളൊരു ഇഷ്ടം കൊണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് അറൗണ്ട് 16 years ആയി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വിധവ എന്ന് പറയുന്ന ആ പേര് മാറ്റുന്നത് ശരിയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു സ്ഥലത്ത് ഒരു ഗവൺമെൻറ് പെൻഷൻ കൊടുക്കുമ്പോൾ ഒരു ഡിവോഴ്സിക്കും കൊടുക്കും. ഒരു ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധവ തന്നെയല്ലേ? അവർ ഭർത്താവുമായിട്ട് ഒന്നിച്ചല്ലല്ലോ ജീവിക്കുന്നത്. ഒരു ഡിവോഴ്സ് ചെയ്ത ഒരു ലേഡി വിധവയ്ക്ക് ഈക്വൽ അല്ലേ? അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അതല്ലേ വരുന്നുള്ളൂ. അത് നമ്മളുടെയോ ഈ പറഞ്ഞ മാതിരി കെട്ടിത്തരുന്ന ഒരാളുടെ ജീവിത സ്പാൻ എങ്ങനെയാണോ അയാൾ മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് നമ്മളല്ല അതിന് ഉത്തരവാദി. പിന്നെ കുറേ താങ്കളുടെ പൊതുപ്രവർത്തന ജീവിതത്തിലെ എപ്പോഴെങ്കിലും ഒരു വിധവയാണ് എന്ന് ബ്രാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കി? ഒരിക്കലും ഇല്ല. ഒരിക്കലും താങ്കൾക്ക് അങ്ങനെ മനോഭാവം ഇല്ല? ഇല്ല. നമ്മൾ ചില ഇതേപോലെയുള്ള മംഗളകാര്യത്തിൽ നമ്മൾ ഒതുങ്ങി പോവാന്നല്ലാതെ അങ്ങനെ എപ്പോഴും ഒതുങ്ങി മാറി നിന്നിട്ടുണ്ട്. ഞാൻ മാറി നിൽക്കാറുണ്ട്. ഞാൻ പറയാറുള്ളൂ, ഒരാൾക്ക് കൊടുക്കുന്ന ട്രിബ്യൂട്ട് ഒരു പൊട്ടിലോ പൂവിലോ ഡ്രസ്സിങ്ങിലോ ഒന്നും അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് എന്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഹാര പദാർത്ഥം ഞാൻ ഉപേക്ഷിച്ചു. അല്ല 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 അതായത് ഈ ദോശ മുളകപ്പൊടി കഴിച്ചിട്ടായിരിക്കും അദ്ദേഹം എന്നും എല്ലാ സാധനങ്ങൾക്കും ഈ നീഡ്സ്. ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു മുളക് പൊടി ഉണ്ട്, നമ്മള് ദോശപ്പൊടി. അത് കഴിച്ചിട്ടായിരിക്കും അദ്ദേഹം എന്നും ഫുഡ് കഴിക്കുന്നത്. എല്ലാത്തിനും വേണം, യു വാണ്ട് ഇറ്റ്. സോ വാട്ട് ഐ ഓൾസോ ലൈക്ക് ഇറ്റ്. ബട്ട് അവിടെ എന്താ അറിയോ, നിങ്ങൾ ഈ പറയുന്ന മാതിരി നമ്മൾ ജീവിതത്തിന്റെ കൂടെ ചേരുമ്പോൾ ഭർത്താവ് എന്നല്ല, അമ്മ എന്നല്ല, അച്ഛൻ എന്നല്ല, നമ്മൾ ജീവിതത്തോട് ഒന്നിച്ചു പോവുകയാണ്. അല്ല, അതായത് അയാൾ ഓർക്കുന്ന, ഞാൻ പറയട്ടെ, എത്ര നമ്മൾ സ്നേഹിച്ചാലും ഒരു സമയത്ത് നമ്മൾ മറക്കാൻ പറ്റും. എന്നും കഴിക്കുന്ന ആഹാരത്തിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വി ആർ തിങ്കിങ് ഓഫ് ഹിം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മ്യൂസിക് ഡയറക്ഷൻ പറ്റുന്ന ശോഭേച്ചി മ്യൂസിക് പാട്ട് ഡയറക്ട് ചെയ്തേനെ, മ്യൂസിക് ചെയ്തേനെ. ചേച്ചിക്ക് പറ്റാത്തോണ്ടാ ചേച്ചി അനങ്ങായിരിക്കും. ആയിരിക്കാം.